ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. വയസ്സ് 53 ഇന്നും ആര് കണ്ടാലും ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നാണ് ചോദിക്കുക. പ്രായം തോന്നുകയേയില്ല. ഊർജ്ജസ്വലതയിലും പ്രസരിപ്പിലും ഏത് ചെറുപ്പക്കാരെയും പിന്നിലാക്കും. ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കലാനിലയം നാടകവേദിയുടെ രക്തരക്ഷസ് എന്ന നാടകത്തെക്കുറിച്ചാണ്. 1973 തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സാക്ഷാൽ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ ജഗതി NK ആചാരി തിരക്കഥ എഴുതി കലാനിലയം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ ശരിക്കും കാണികൾ ഞെട്ടി. ഇന്നും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാടകമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര നാടകമാണ്. സിനിമയൊക്കെ ഇതിൻ്റെ പിറകിലേ നിൽക്കുള്ളൂ. സ്റ്റേജിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന കാറ്, തല മുകളിൽ കൂടെ പാഞ്ഞു പോകുന്ന എയ്റോപ്ലെയിൻ സ്റ്റേജിൽ ലാൻഡ് ചെയ്യുന്നു. അതിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി വരുന്നു. സ്റ്റേജിൽ വെള്ളച്ചാട്ടം, സ്റ്റേജിൽ മഴനൂൽ കനവുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ദൃശ്യചാരുത കൊണ്ടും സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു നാടകമാണ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ്. 1973 മുതൽ ഇന്ന് വരെ വിവിധ വേദികളിൽ നിർത്താതെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് കോൺവെന്റ് റോഡിൽ സെന്റ് വിൻസെന്റ് കോളനിയിലുള്ള AC ഹാളിൽ ഈ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മാസം 18 മടങ്ങുമെന്നാണ് നാടക പ്രവർത്തകർ പറഞ്ഞിരുന്നത്, പത്രത്തിലൂടെ അറിയിച്ചിരുന്നത്. പക്ഷേ ജനങ്ങളുടെ ആ സ്വീകാര്യതയും പോപ്പുലാരിറ്റിയും കണ്ടിട്ട് അവർ ഈ മാസം 31 വരെ അത് നീട്ടിവച്ചിരിക്കുകയാണ്. 31-നാണ് അവർ മടങ്ങുക. ഈ നാടകം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.